Capital structure theories ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are 4 theories. First one, net income approach, net operating income approach, traditional approach and approach. അതിൽ പറയുന്നത് മൂന്ന് കാര്യങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അതേപോലെ തന്നെ വാല്യൂ ഓഫ് ദി ഫേമിനെയും എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും ആണ്. നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിലുണ്ടാകാവുന്ന ചേഞ്ചസ് വാല്യൂ ഓഫ് ദി ഫേമിനെയും അതേപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ച് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ഡ്യൂറന്റ് എന്ന് പറയുന്ന ഒരാളാണ്. സോ ഇൻ ഹിസ് അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഹി സജസ്റ്റ് ദാറ്റ് according to this approach, capital structure is relevant for the valuation of the firm. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കോസസ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം. അപ്പം ഇൻ ടോട്ടൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, a higher debt content in the capital structure will result in a decline in the overall cost of capital and thereby increase in the value of the firm as well as the market price of equity shares. നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യുകയും മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് 3 അസംഷൻസ് ഉണ്ട്. അതായത് നമ്മൾ എന്തുമാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്താലും ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷനെ അത് എഫക്റ്റ് ചെയ്യില്ല എന്നതാണ് ഫസ്റ്റ് അസംഷൻ. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിലും കുറവായിരിക്കും. തേർഡ് വൺ, കോർപ്പറേറ്റ് ഇൻകം ടാക്സസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് 3 ഈ ഒരു നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം ഫോളോ ചെയ്യുന്ന അസംഷൻസ് എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് ഇതൊരു ഗ്രാഫിക്കലി നമ്മളുടെ നെറ്റ് ഇൻകം അപ്രോച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. അതാണ് നമ്മളുടെ ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആസ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ ഇൻക്രീസസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഡ്യൂസസ്. അതേപോലെ തന്നെ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ലൈൻ താഴേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് വി ഇസ് ഇക്വൽ ടു എസ് പ്ലസ് ഡി. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഇനി നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കെ ഇസ് ഇക്വൽ ടു എബിറ്റ് ബൈ വി. ഇനി അതിൻ്റെ ബേസിസിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഈസ് എക്സ്പെക്ടിങ് എൻ ആനുവൽ എബിറ്റ് ഓഫ് 2 lakh. 2 ലക്ഷത്തിൻ്റെ ആനുവൽ ഏർണിങ്സ് അവർ പ്രതീക്ഷിക്കുന്നത് 2 lakhs. അവർക്ക് ഡെബഞ്ചേഴ്സ് ആയിട്ട് 5 lakh റുപ്പീസിൻ്റെ 10% ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് 12.5% ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഫേമിൻ്റെ വാല്യൂവും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2 lakh. അതിൽ നിന്നും ഡിബഞ്ചേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഏർണിങ്സ് കിട്ടും. സോ 2 lakhൽ നിന്നും 50,000 അതായത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിബഞ്ചേഴ്സ് 5 lakhൻ്റെ 10% ആണ് ഇൻട്രസ്റ്റ്. 5 lakhൻ്റെ 10% കുറച്ച് കഴിഞ്ഞാൽ 50,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1,50,000 കിട്ടും, വിച്ച് ഇസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻറ്റു 100. സോ ഏർണിങ്സ് എത്രയാണ്, 1,50,000 ഡിവൈഡഡ് ബൈ
കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12.5 ഇൻറ്റു 100 ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 12 ലാക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടും. അതേപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് 5 ലാക്ക് ആണെന്ന് നമുക്കറിയാം, അത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് ദി ഫേം എസ് പ്ലസ് ഡി 17 ലാക്ക് വരും. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദി ഫേം 17 ലാക്ക് കിട്ടി. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എബിറ്റ് ബൈ വി. എബിറ്റ് എന്ന് പറയുന്നത് 2 ലാക്ക് ഡിവൈഡഡ് ബൈ ബി 17 ലാക്ക് ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 11.76%. സോ നെറ്റ് ഇൻകം അപ്രോച്ച് പ്രകാരം പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ചേഞ്ചസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂവിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഡെപ്റ്റ് കൂട്ടുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും എന്നാണ് നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, വിച്ച് ഈസ് അവർ സെക്കൻഡ് തിയറി, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് ഡ്യൂറൻറ്റ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ അപ്രോച്ച് വിച്ച് ഈസ് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച്. അപ്പം എക്സാക്ട് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു തരത്തിലും ഫേമിൻ്റെ വാല്യൂവിനെയോ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. സോ according to this approach, the market value of the firm is not at all affected by the capital structure changes. Capital structure ഉണ്ടാകുന്ന ചേഞ്ചസ് ഫേമിൻ്റെ വാല്യൂവിനെ യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് തിയറി, changes in capital structure does not affect the market value of the firm and overall cost of capital remains constant. നമ്മളിപ്പം ഡെപ്റ്റ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഇക്വിറ്റി യൂസ് ചെയ്താൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും അത് ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. മറ്റേ തിയറിക്കകത്ത് എന്തായിരുന്നു? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് മെത്തേഡ് ഓഫ് ഫിനാൻസിങ്. ഏത് തരത്തിലുള്ള ഫിനാൻസിങ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ട്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം വാല്യൂ ഓഫ് ദി ഫേം ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ എസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതിനും കുറച്ച് അസംഷൻസ് ഉണ്ട്. അതായത് ഫേമിൻ്റെ വാല്യൂവിനെ നമ്മൾ ആസ് എ ഹോളായിട്ടാണ് കണക്കാക്കുന്നത്. സോ ദർ വോണ്ട് ബി എനി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അല്ലെങ്കിൽ അതിനൊരു റെലവൻസ് ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ബിസിനസ് റിസ്ക് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഏത് ലെവൽ ഓഫ് ഡെപ്റ്റ് ഓഫ് ഇക്വിറ്റി മിക്സ് യൂസ് ചെയ്താലും ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് തേർഡ് അസംഷനായിട്ട് പറയുന്നത്. ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് കൂടും. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തായി മാറും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഇൻക്രീസ് ചെയ്യും. അവർ കൂടുതൽ റിട്ടേണിന് വേണ്ടി പ്രതീക്ഷിക്കാനായിട്ട് തുടങ്ങും. ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അത് നമ്മൾ നേരത്തെ കണ്ടാണ്, അതൊരു അസംഷനാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിലും കുറവായിരിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, കോർപ്പറേറ്റ് ടാക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് ഇത്രയുമാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പ്രകാരം ഉള്ള അസംഷൻസ്. ഇനി അസംഷൻസ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പ്രപ്പോസിഷൻ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹയർ ഡെപ്റ്റ് കണ്ടൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡെപ്റ്റ് കൂടുകയാണ്. അപ്പോൾ അവിടെ ഹയർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഹയർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക്കും കൂടും. അപ്പം ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ്. അങ്ങനെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റും എന്തായി മാറും? അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതാണ് പറയുന്നത് ഡെപ്റ്റ് കമ്പോണൻറ്റ് കൂടുന്നതിനനുസരിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കമ്പോണൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്കിലും ഒരു ഇൻക്രീസ് ഉണ്ടാവും. അന്നേരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ചീപ്പർ സോഴ്സായ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന അഡ്വാൻറ്റേജ് എന്തായി മാറും? അത് ഓഫ്സെറ്റായി മാറും. നമുക്ക് അവിടെ യാതൊരു തരത്തിലുള്ള അഡ്വാൻറ്റേജും കിട്ടാതെയായി വരും. അതായത് a higher cost of equity nullifies the advantages gained due to cheaper cost of debt.
കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ചീപ്പർ ആയതുകൊണ്ട് കിട്ടാനിരുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന അഡ്വാൻറ്റേജസ് എല്ലാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നതിനനുസരിച്ച് നള്ളിഫൈ അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആയി പൊയ്ക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് പറയാം, ഒരിടത്ത് കുറവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് എന്തായി മാറി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കൂടാനായിട്ട് മാറി. അപ്പം നമുക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും അതിൽ നിന്ന് കിട്ടുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഫിനാൻസ് മിക്സ് ഇസ് ഇറെലവൻറ്റ് ആൻഡ് ഡസ് നോട്ട് എഫക്ട് ദി വാല്യൂ ഓഫ് ദി ഫേം. ഇനി നമുക്കിതിനെ ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താണ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ആയിട്ടാണ് KD പോകുന്നത്, അതിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് എന്തിന് ചേഞ്ചസ് വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ലൈൻ എന്താണ്, മുകളിലേക്കാണ് പോകുന്നത്. സോ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കാരണം എന്താണ്, ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നുണ്ട്. So as the proportion of debt increases, KE increases and there won't be any effect on overall cost of capital. Overall cost of capital constant ആയിട്ട് തന്നെ മുന്നോട്ട് പോകും, അതിന് ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാവില്ല. സോ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വാല്യൂ ഓഫ് ദി ഫേം EBIT ബൈ KO എന്നാണ് അതിൻ്റെ ഇക്വേഷൻ, അതായത് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. അന്നേരം അതിൽ നിന്നും മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, V മൈനസ് D ചെയ്യണം. ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി EBIT മൈനസ് I ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതാണ് V മൈനസ് D എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. A company is expecting a net operating income of 1,50,000. അതായത് EBIT ഏർണിങ്സ് ആണ് 1,50,000 എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 8,06% ഡിബഞ്ചേഴ്സ്. 6% ഡിബഞ്ചേഴ്സിന് 8 ലക്ഷം രൂപയുടെ 6% ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇസ് 10%. ഇറ്റ് ഇസ് ഗിവൻ. With this we have to calculate value of the firm and equity capitalization rate according to net operating income approach. ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ. ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ EBIT ബൈ KO. നമുക്ക് EBIT ഈ ക്വസ്റ്റനിൽ എത്രയാണ്, 1,50,000. KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1,50,000 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 ചെയ്യുന്നതിന് നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം 15 lakh കിട്ടും. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് വേണം. അത് കണ്ടുപിടിക്കാനായിട്ട് V മൈനസ് D. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ of the firm minus market value of debentures. 15 lakh minus 8 lakh which is equal to 7 lakh. 7 lakh ആണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അത് വെച്ചിട്ട് നമുക്കിനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് നോക്കാം. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിൻ്റെ ഇക്വേഷൻ EBIT മൈനസ് I ഡിവൈഡഡ് ബൈ V മൈനസ് D. EBIT മൈനസ് I ഏർണിങ്സ് മൈനസ് ഇൻട്രസ്റ്റ്. അപ്പം ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണ് വരുന്നത്, 8 lakhsന് 6% ഡിബഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ 8 lakhsന് 6% എന്ന് പറയുന്നത് 48,000. 1,50,000 നിന്ന് 48,000 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ 7 lakh ഇൻറ്റു 100. അപ്പോൾ 14.57% ആണ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഒരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായാലും ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ്, എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യത്തില്ല, വാല്യൂ ഓഫ് ദി ഫേമിനെ എഫക്റ്റ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ഇതാണ് മെയിനായിട്ടുള്ള 2 തിയറീസ്. ബാക്കി 2 തിയറീസ് അടുത്ത ഇതിൽ നമുക്ക് പറയാം.